ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്സിനകത്ത് ചില പ്രോപ്പർട്ടീസ് ആണ്. ഈ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിച്ചിട്ടുള്ള നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങളാണ്. എന്നാൽ നമുക്ക് ചിലയിടത്ത് പേരെടുത്ത് അറിയാത്ത അല്ലെങ്കിൽ എന്താണ് ഈ പ്രോപ്പർട്ടീസ്, ഇതൊരു പ്രോപ്പർട്ടി ആണെന്നും ഇതിന് ഇങ്ങനെ ഒരു പേരുണ്ടോന്നൊന്നും അറിയാത്ത ചില ആൾക്കാർ, പ്രത്യേകിച്ച് നമ്മൾ സ്റ്റേറ്റ് സിലബസുകളിൽ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടെങ്കിലും ഇതിനെ ഒരു നെയിം ഉണ്ടെന്നോ ഇതിന് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നതെന്നും നമുക്കറിയത്തില്ല. ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോ നിങ്ങൾക്കറിയാം 2+3 എന്ന് പറയുന്നത് 3+2 ഈക്വൽ ആണ്. 2+3 3+2 ഈക്വൽ ആണ്. പക്ഷെ ഇതൊരു പ്രോപ്പർട്ടി ആണെന്നോ ഇതിന്റെ പേരെന്താണോ ചിലപ്പോൾ നമുക്ക് അറിയത്തില്ലായിരിക്കും അല്ലെ. നമുക്ക് ഇപ്പം ഇൻസൈഡ് സിലബസ് ഒക്കെ പഠിച്ചിരുന്നത് ഓക്കെ, നിങ്ങളത് ചെറിയ കഴിഞ്ഞ കുറെ ക്ലാസ് കൊണ്ട് പഠിക്കുന്നുണ്ട്. ഞാൻ സ്റ്റേറ്റ് സിലബസ് പഠിച്ചിരുന്ന കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഇതൊരു പ്രോപ്പർട്ടി ആണ്, ഇതൊരു പേരുണ്ട്. അപ്പൊ ഇങ്ങനെ ചില പ്രോപ്പർട്ടീസും അതിന്റെ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം ഒരു +2 ലെവൽ വരെ നമുക്കത് അല്ലെങ്കിൽ അതിന് മുൻപോട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യേണ്ടി വരുന്ന കാര്യം. ഈ പ്രോപ്പർട്ടീസ് നമുക്ക് ജനറലൈസ് ചെയ്ത് ഓരോ പുതിയ സിസ്റ്റം പഠിക്കുമ്പോഴും അതിൽ നമുക്കിത് ഉപയോഗിക്കേണ്ടി വരും. നമ്മളിപ്പോ നമ്പേഴ്സ് നമ്മൾ ഒരു 10th വരെയൊക്കെ ആകുമ്പോൾ നമ്പർ സിസ്റ്റം മാത്രമേ വരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വേറെ കുറെ സിസ്റ്റങ്ങൾ, നിങ്ങളിപ്പം സെറ്റ്സ് അതുപോലെ മെട്രിക്സുകൾ അങ്ങനെ കുറെ പുതിയ സിസ്റ്റങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്തും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വരും. ഓക്കെ, അപ്പം ഇവിടെ നമ്മള് ഇത്തരത്തിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്ന പ്രോപ്പർട്ടി അത് ഏതാണെന്ന് നോക്കുന്നത്. ഫസ്റ്റ് വൺ, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഇത് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ വേറൊരു കാര്യം ഇവിടെ പറയണം. ഇപ്പൊ നമുക്ക് മാത്തമാറ്റിക്സ് നമ്പേഴ്സിനകത്ത് നമുക്കുള്ള ഓപ്പറേഷൻസ് അറിയാം. അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അല്ലെ. ഇത് നമ്പേഴ്സിൽ മാത്രമുള്ളതാണ്. ഇത് നമ്മള് സെറ്റിനകത്തൊക്കെ വരികയാണെങ്കിൽ യൂണിയൻ, ഇന്റർസെക്ഷന്, കോംപ്ലിമെന്റ്, ഇങ്ങനെ പല രീതിയിൽ ഓപ്പറേഷൻസ് ഒക്കെ ഇങ്ങനെ മാറി വരാറുണ്ട്. അപ്പോ ജനറൽ ആയിട്ട് ഈ ഓപ്പറേഷൻസിനകത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പം ജനറൽ ആയിട്ട് ഞാൻ ഈ ഓപ്പറേഷൻസിനെ സ്റ്റാർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. സ്റ്റാർ ഉദ്ദേശിക്കുന്നത് അത് അഡിഷൻ ആവാം, സബ്ട്രാക്ഷൻ ആകാം, അല്ലെങ്കിൽ ഇന്റർസെക്ഷൻ ആവാം, കോംപ്ലിമെന്റ് ആവാം, മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ ആണല്ലോ. ഇതിനകത്ത് ഏത് വേണമെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഓപ്പറേഷൻസ് കൊണ്ട് നമുക്ക് അതിനെ ജനറലൈസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർ കൊണ്ട് കാണിച്ചിരിക്കുന്നു. ഓക്കെ, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് പറയാൻ പോകുന്നത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ്. ഇപ്പൊ ഞാൻ നമ്പർ സിസ്റ്റത്തിൽ ഇപ്പോ അഡിഷന്റെ കേസിൽ ഈ പ്രോപ്പർട്ടി ഒന്ന് പറയാം. ഉദാഹരണത്തിന് ഞാനിപ്പോ പറഞ്ഞത് 2+3 = 3+2 ആണ്. ഇത് ശരിക്കും ഇതാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ അത് 5 × 2 = 2 × 5. ഓക്കെ ആണല്ലോ. ഇത് കമ്മ്യൂട്ടേറ്റീവ്. അപ്പൊ നമുക്ക് പറയാം നമ്പേഴ്സില് അഡിഷനകത്തും മൾട്ടിപ്ലിക്കേഷനകത്തും ഏത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്നാൽ സബ്ട്രാക്ഷൻ നോക്കി 4 - 1 = 1 - 4 എന്ന് എഴുതാൻ പറ്റൂ. നേരെ തിരിച്ചെഴുതുക, അത് ഉദ്ദേശിക്കുന്നുള്ളൂ. 4 - 1 എന്ന് പറയുന്നത് 3 ആണ്, 1 - 4 എന്ന് പറയുന്നത് -3 ആണ്. ഈക്വൽ ആണോ? അതേപോലെ ഇപ്പോ 6/2 = 2/6 എന്ന് എഴുതാൻ പറ്റുമോ? 6/2 എന്ന് പറയുന്നത് 3 ആണ്, 2/6 എന്ന് പറയുന്നത് 1/3 ആണ്. ഈക്വൽ ആണോ? അത് അല്ല. അപ്പം ഈ രണ്ട് കേസിലും ഇത് എന്ത് ചെയ്യത്തില്ല, സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. ഇത് കറക്റ്റ് ആണോ? കറക്റ്റ് അല്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി നമ്പേഴ്സിന്റെ കേസിൽ അഡിഷനിലും മൾട്ടിപ്ലിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്യും, സബ്ട്രാക്ഷൻ ഡിവിഷൻ ഇതിനകത്ത് എന്ത് ചെയ്യത്തില്ല, സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. അപ്പൊ ജനറൽ ആയിട്ട് നമുക്ക് ഈ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എങ്ങനെ എഴുതാം, സ്റ്റാർ ഓപ്പറേഷൻ കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ എഴുതുന്നത്, രണ്ട് എലമെന്റ്സ് ഏതോ ഒരു സിസ്റ്റത്തിൽ രണ്ട് എലമെന്റ്സും A, B രണ്ട് എലമെന്റ്സ് ആണെങ്കിൽ A * B = B * A. ഞാൻ അഡീഷനകത്തോ സബ്ട്രാക്ഷനോ പോലെ ഉദ്ദേശിക്കുന്നതാണ്. A * B = B * A ആണ് ഏത് പ്രോപ്പർട്ടിയെ കാണിക്കുന്നത്, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയെ കാണിക്കുന്നത്. പിടി കിട്ടുന്നുണ്ടോ? അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ്. എന്താണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്നുള്ളത് പറയാൻ പറ്റും. അപ്പം ഞാൻ നമ്പേഴ്സിന്റെ കേസിൽ തന്നെ തുടങ്ങുന്നു. 2+3+4 ഇങ്ങനെ ഉണ്ടെങ്കിൽ അർത്ഥം നമുക്കറിയാം, ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യണം അല്ലെ. ഇത് റീഡ് ചെയ്യുന്നത് 2+3+4. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, 2+7 = 9. ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിലോ 2+3+4 ആണെങ്കിലോ 2+3 എന്ന് പറയുന്നത് 5 ആണ്, 5+4 9. അപ്പൊ നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന കാര്യം 2+3+4 = 2 + 3
4 ഓർഡർ ഒന്ന് മാറ്റി ചെയ്താലും റിസൾട്ടിന് മാറ്റം വരില്ല. അപ്പൊ 2+3+4 2+3+4 ആണ്. അപ്പോ ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഇത് സബ്ട്രാക്ഷൻ അത് സാറ്റിസ്ഫൈ ചെയ്തില്ല. കാര്യം സബ്ട്രാക്ഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇത് ഇവിടെ നോക്കിയേ 2 - 3 - 4 എടുത്തു കഴിഞ്ഞാൽ 3 - 4 -1 ആണ്. 2 - -1 എന്ന് പറയുമ്പോൾ 3 കിട്ടും. എന്നാൽ 2 - 3 -4 ആണെങ്കിലോ 2 - 3 എന്ന് പറയുന്നത് -1 ആണ്. -1 - 4 എന്ന് പറയുന്നത് -5 ആണ്. ഇത് രണ്ട് റിസൾട്ട് അല്ലേ കിട്ടുന്നത്? അല്ലെ? ഇപ്പൊ ഇത് ഈക്വൽ ആണോ? അല്ല. അപ്പൊ സബ്ട്രാക്ഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല. മൾട്ടിപ്ലിക്കേഷൻ ഈ പറഞ്ഞ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡിവിഷനിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുമില്ല. അപ്പം അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ നമുക്ക് ആ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി എന്താണെന്നുള്ള അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഞാൻ 3 നമ്പേഴ്സ് ചൂസ് ചെയ്യാണ്. A, B, C 3 നമ്പേഴ്സ് ആണെങ്കിൽ A സ്റ്റാർ B സ്റ്റാർ C എന്ന് പറയുന്നത് A സ്റ്റാർ B സ്റ്റാർ സിക്ക് ഈക്വൽ ആണെങ്കിൽ ഇവിടെ അസോസിയേറ്റ് ഇങ്ങനെ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാറിന്റെ സ്ഥാനത്ത് നമ്മൾ പഠിക്കുന്ന ആ സിസ്റ്റത്തിലെ ഓപ്പറേഷൻസ് ആയിരിക്കും വരുന്നത്. അഡിഷൻ ആണെങ്കിൽ അഡിഷൻ, സെപ്പറേഷൻ ആണെങ്കിൽ അങ്ങനെ, ഡിവിഷൻ ആണെങ്കിൽ യൂണിയൻ ആണെങ്കിൽ, ഇന്റർസെക്ഷൻ ആണെങ്കിൽ എന്ന് വേണ്ട. അങ്ങനെയാണ് വരുന്നതെങ്കിൽ ആ ഓപ്പറേഷനിൽ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പം അടുത്തതാണെങ്കിൽ ഞാൻ പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ്. എന്താണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി? ഇവിടെ 2 ഓപ്പറേഷൻസ് ആ വരുന്നത്. നമുക്ക് വളരെയധികം പരിചയമുള്ള 2 ഓപ്പറേഷൻസ് എടുത്ത് വെച്ച് നോക്കാം. ഇപ്പൊ നോക്കുക 2 × 3+4. ഇവിടെ 2 ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയാ? ഒന്ന് അഡിഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ അണ്ടർസ്റ്റുഡ് ആണ്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. ഇങ്ങനെ വരുന്ന കേസ് നമ്മൾ എങ്ങനെ എഴുതും? 2 × 3 + 2 × 4. നോക്കി നമുക്ക് ജസ്റ്റ് നോക്കാം ഇത് കറക്റ്റ് ആണോ. ഇപ്പൊ ഇവിടെ 3+4 എന്ന് പറയുമ്പോ എത്രയാ? 7 അല്ലേ? 7 × 2 എന്ന് പറയുമ്പോൾ 14 ആണ്. നേരെ മറിച്ച് 2 × 3 2 × 4 കൂടെ ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാലോ 2 × 3 എന്ന് പറയുമ്പോൾ 6 ആണ്. ഇവിടെ ആണെങ്കിൽ 8 ആണ്. സം 14 തന്നെ കിട്ടും. 2 ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 3+4 = 2 × 3 + 2 × 4. ഓക്കെ ആണല്ലോ. ഇപ്പൊ ജനറൽ ആയിട്ട് മൾട്ടിപ്ലിക്കേഷന്റെ കേസ് നമ്മൾ എഴുതുവാണെങ്കിൽ A × B + C = AB + AC. അതായത് A × B + A × C. ഇപ്പം സിമ്പിൾ ഇട്ട് തന്നെ എഴുതാം. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു വേരിയേഷൻ മനസ്സിലാവും. A × B + A × C. ഇങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ നടത്തി എഴുതാൻ പറ്റുന്ന ഈ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഇത് നമുക്ക് ജനറൽ ആയിട്ട് എഴുതുകയാണെങ്കിൽ ഞാനിപ്പോ 2 ഓപ്പറേഷൻ ഒരു സ്റ്റാറും ഡെൽറ്റയും കാണിക്കുന്നു. ഇപ്പൊ നോക്കുകയാണെങ്കിൽ A സ്റ്റാർ B ഡെൽറ്റ C എന്ന് കാണിക്കാം. ഒരു ഓപ്പറേഷൻ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ നൊട്ടേഷൻ കൊടുക്കുന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? A സ്റ്റാർ B ഡെൽറ്റ A സ്റ്റാർ C. ഇങ്ങനെ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതും കൂടെ ഈ സ്റ്റാർ ഓപ്പറേഷൻ, അടുത്തത് കോമൺ, ഇതും കൂടെ ഇങ്ങനെ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഫോർമാറ്റിൽ തന്നെ ഇവിടെ മൾട്ടിപ്ലിക്കേഷന്റെ സ്ഥാനത്ത് ഇവിടെ സ്റ്റാർ വന്നിരിക്കുന്നു, അഡീഷന്റെ സ്ഥാനത്ത് ഡെൽറ്റ വന്നിരിക്കുന്നു. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇപ്പൊ ജനറലൈസ് ചെയ്തങ്ങ് എഴുതുന്നേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഓരോ സിസ്റ്റത്തിൽ വരുമ്പോൾ ഇപ്പൊ ഈ നമ്പേഴ്സിന്റെ കാര്യത്തിലാണ് ഈ അഡീഷൻ, സെപ്പറേഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഒക്കെ വരുന്നത്. ഇത് പുതിയ ഓരോ സിസ്റ്റങ്ങൾ പഠിച്ചു വരുന്നതനുസരിച്ചിട്ട് ഓപ്പറേഷൻസ് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ജനറലൈസ് ചെയ്തിട്ട് ഒരു ഓപ്പറേഷനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ സ്റ്റാർ കൊടുത്തല്ല. സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ അങ്ങനെയല്ല. അപ്പം ഒരു എല്ലാ ഓപ്പറേഷൻസിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ആയിട്ട് ഞാൻ ഇവിടെ സ്റ്റാർ നൊട്ടേഷൻ കൊടുത്തിട്ടുള്ളേ ഉള്ളൂ. അപ്പം ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കാം. ഇനി വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കാം. അടുത്തത് നമ്മൾ പറയാൻ വരുന്നത് ഐഡന്റിറ്റി ലോ ആണ്. എന്താണ് ഐഡന്റിറ്റി ലോ എന്ന് പറയുന്നത്? ഇപ്പൊ നമ്പേഴ്സിനകത്തെ അഡിഷൻ ഞാൻ എടുത്തു. 2 + 0 = 2 ആണ്. അത് തന്നെയാണ് 0 + 2 അല്ലെ? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം 2 + 0 = 0 + 2 = 2 ആയതുകൊണ്ട് ഇത് ഈ 0 എല്ലാ നമ്പേഴ്സും നോക്കിയേ. ഇപ്പൊ 4 + 0 = 0 + 4 = എന്ത് തന്നെയാണ്? 4 തന്നെ. അപ്പൊ ഈ 0 എന്ന് പറയുന്ന നമ്പേഴ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. അത് ഏത് നമ്പറുമായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കൺസിഡർ ചെയ്യുന്ന നമ്പർ തന്നെ കിട്ടും. 0 എല്ലായിടത്തും കോമൺ ആണ്. ഈ നമ്പർ ചേഞ്ച് ചെയ്യരുത്. അങ്ങനെ എനിക്ക് പറയാം അഡിഷനകത്തെ ഐഡന്റിറ്റി എലമെന്റ് ആണ് 0. ഇപ്പൊ ജനറൽ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ്.
എ എന്ന് പറയുന്നത് ജനറൽ എലമെന്റ് ആണ്. സ്റ്റാർ ഇ ഈക്വൽ ടു ഇ സ്റ്റാർ എ ഈക്വൽ ടു എ കിട്ടും. ഇവിടെ എ വേരി ചെയ്തുകൊണ്ടിരിക്കും, ഇ ഫിക്സഡ് ആയിരിക്കണം, ഇ മാറാൻ പാടില്ല. ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇ എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇയെ വിളിക്കുന്ന പേരാണ് ഐഡന്റിറ്റി എലമെന്റ്. മൾട്ടിപ്ലിക്കേഷൻ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോ ഒരു നമ്പർ, ജനറൽ ആയിട്ട് ഒരു നമ്പർ ഇതേപോലെ നമ്മൾ ജനറൽ ആയിട്ട് എടുത്തു, ഇൻറ്റു ഒരു നമ്പർ ഈക്വൽ ടു അതേ നമ്പർ ഇൻറ്റു എ ഈക്വൽ ടു നമുക്ക് എ കിട്ടണം. അതായത് ഓപ്പറേഷൻ നടത്തിയാൽ നമ്മൾ ഓപ്പറേഷന് വേണ്ടി എടുക്കുന്ന അതേ നമ്പർ തന്നെ കിട്ടണം. എങ്കിൽ ഇവിടെ വരുന്ന നമ്പർ ഏതാ? 1 അല്ലേ? അപ്പൊ അഡിഷൻ അകത്ത് 0 ആയിരുന്നെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ അകത്ത് എന്താ വരുന്നത്? 1 ആണ് വരുന്നത്. അപ്പം ഇങ്ങനെയാണെങ്കിൽ 1 ഈസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. 1 ഈസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആൻഡ് 0 ഈസ് ദ അഡിറ്റീവ് ഐഡന്റിറ്റി. ഇപ്പൊ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ എ സ്റ്റാർ ഈക്വൽ ടു ഇ സ്റ്റാർ ഈക്വൽ ടു എ ആണ് കിട്ടുന്നതെങ്കിൽ ആ ഇ എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് എന്ത് വിളിക്കാം? ഐഡന്റിറ്റി എലമെന്റ് എന്ന് വിളിക്കാം. എല്ലാ ഓപ്പറേഷൻസിലും ഐഡന്റിറ്റി എലമെന്റ് കിട്ടണമെന്നില്ല. അപ്പൊ ചിലടത്ത് ചിലർ പറയാറുണ്ട്, ഇപ്പം എ സ്റ്റാർ ഇ ഈക്വൽ ടു എ ആണെങ്കിൽ ഇ ഇസ് ദ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയാറുണ്ട്. പക്ഷെ ഇങ്ങനെ പറഞ്ഞാൽ തെറ്റാണ് കേട്ടോ. ഇങ്ങനെ തന്നെ പറയണം. എ സ്റ്റാർ ഇ ഈക്വൽ ടു എ ആണെങ്കിൽ ഇ ഇസ് ദ ഐഡന്റിറ്റി. അപ്പൊ നിങ്ങൾ സംശയം വരാതെ ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വ്യത്യാസമുണ്ട്. കാര്യം 2 മൈനസ് 0 ഈക്വൽ ടു 2 ആണ്. തിരിച്ച് 0 മൈനസ് 2 ഈക്വൽ ടു -2 ആണ്. ഇത് രണ്ടും ഈക്വൽ ആണോ? അല്ല. എന്ന് പറഞ്ഞാൽ സബ്ട്രാക്ഷനകത്ത് എന്തില്ല? ഐഡന്റിറ്റി എലമെന്റ് ഇല്ല. അല്ലാതെ നമ്മൾ 2 മൈനസ് 0 ഈക്വൽ ടു 2 ആണ്, therefore 0 is the identity element in subtraction എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ഇത് രണ്ടും കൂടെ ചേർത്ത് വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പൊ എന്താ ഐഡന്റിറ്റി എലമെന്റ് ഡ്യൂട്ടിയോ? ഒരു എലമെന്റ്സ്. ഈ എലമെന്റ് നമുക്ക് ഏത് സിസ്റ്റത്തിൽ ഏത് വേണമെങ്കിലും എടുക്കാം. ഇത് ഇങ്ങനെ വേരി ചെയ്തോണ്ടിരിക്കും. പക്ഷെ നമ്മൾ എടുക്കുന്ന ഈ നമ്പർ ഫിക്സഡ് ആയിരിക്കണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2, 4, 6 അല്ലെങ്കിൽ 1.3 അല്ലെങ്കിൽ 7.5 7/2 എന്ന് പറയാൻ ഏത് നമ്പർ മാറിക്കോട്ടെ, ആഡ് ചെയ്യുന്നത് 0 ആയിട്ടാണോ അത് തന്നെ കിട്ടും. അപ്പൊ ആ 0 എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. അതായത് മൾട്ടിപ്ലിക്കേഷൻ അത് 1 എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, അത് ചേഞ്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് ആ 1 എന്ന് പറഞ്ഞാൽ ആ ഒരു എലമെന്റിനെയാണ് നമ്മൾ അവിടുത്തെ ഐഡന്റിറ്റി. ആ ഒരു എലമെന്റ് ഒരു ഐഡന്റിറ്റി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് ബാക്കിയുള്ളതൊന്ന് എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യസ്തമായിട്ട് പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് അതിനെ എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ഇനി പറയുമ്പോഴേ ഈ സെറ്റിനകത്തും വലിയ ക്ലാസ്സുകളൊക്കെ ചെല്ലുമ്പോൾ സെറ്റിനകത്ത് അതുപോലെ മെട്രിക്സിനകത്തൊക്കെ ഈ ഐഡന്റിറ്റി എലമെന്റ്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അവിടെ അത് മറ്റൊന്നായിരിക്കും. നമ്പേഴ്സിന്റെ കേസിൽ ഇപ്പൊ അഡിഷനും മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ആ സ്ഥാനത്ത് ഡിവിഷനകത്തോ സെപ്പറേഷനകത്തോ നമുക്കിത് പറയാൻ പറ്റത്തില്ല. ഓക്കെ ആണല്ലോ? പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഐഡന്റിറ്റി എലമെന്റ് കിട്ടിയല്ലോ. എ സ്റ്റാർ ഈക്വൽ ടു ഇ സ്റ്റാർ ഈക്വൽ ടു എന്ത് കിട്ടി? എ കിട്ടി. ഓക്കെ. നെക്സ്റ്റ് വൺ, ഫിഫ്ത് വൺ എന്ന് പറയുന്നത് ഈ ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്. എന്താണ് ഇൻവേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഐഡന്റിറ്റി എലമെന്റ് വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇൻവേഴ്സിനെ കുറിച്ച് പറയേണ്ട കാര്യം ജനറലൈസ് ചെയ്ത് ഞാൻ ആദ്യം ജനറലൈസ് ചെയ്തങ്ങ് എഴുതുക. ഇതാണ് എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ഈക്വൽ ടു ഇ കിട്ടണം. ഈ എന്താ? ഐഡന്റിറ്റി എലമെന്റ് ആണ്. അപ്പൊ ആ ഓപ്പറേഷനകത്ത് ഏതെങ്കിലും രണ്ട് എലമെന്റ്സ് എടുത്ത് വെച്ചിട്ട് ഇത്തരത്തിൽ ഓപ്പറേഷൻ നടത്തുമ്പോൾ അവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് കിട്ടുകയാണെങ്കിൽ ഇവിടെ എയുടെ ഇൻവേഴ്സ് ആണ് ബി, തിരിച്ച് ബിയുടെ ഇൻവേഴ്സ് ആണ് എ. അപ്പൊ ഇവിടെ ഒരു കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ ഓരോ എലമെന്റിനും ഓരോ ഇൻവേഴ്സ് ആണ്. നമുക്ക് നമ്പർ സിസ്റ്റമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞു നോക്കാം. ഇപ്പൊ ജനറൽ ആയിട്ട് ഒരു നമ്പർ പ്ലസ് വേറെ ഏതോ ഒരു നമ്പർ, അല്ലെങ്കിൽ നമുക്ക് ആദ്യം ഒരു ജസ്റ്റ് നമ്പർ തന്നെ ഇടാം. ഇപ്പൊ 2 പ്ലസ് ഒരു നമ്പർ ഈക്വൽ ടു ഇവിടെ ഉപയോഗിച്ച അതേ നമ്പർ പ്ലസ് 2 ഈക്വൽ ടു നമുക്ക് ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് ഏതായിരുന്നു? അഡിഷനകത്ത് ഐഡന്റിറ്റി എലമെന്റ് 0 ആയിരുന്നു. 0 കിട്ടണം. എങ്കിൽ ഈ എലമെന്റ് ഏതാ? നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാം, -2 ആണ്. അപ്പൊ നമുക്ക് പഠിച്ചിട്ടുണ്ട് 2 പ്ലസ് -2 ഇസിക്കൽ -2 പ്ലസ് 2 ഇസിക്കൽ 0 ആണ്. ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ a പ്ലസ് മൈനസ് എ ഈക്വൽ ടു -a പ്ലസ് എ ഈക്വൽ ടു 0 ആണ്. therefore -a is the additive identity in addition. സോറി, ഐഡന്റിറ്റി അല്ല, -a is the inverse of a. എയുടെ ഇൻവേഴ്സ് ആണ് -a. ഇത് നമ്മൾ നെഗറ്റീവ് ഓഫ് എ നമ്പർ എന്നുള്ള രീതി നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ അതിന് പുതിയൊരു പേര് കൂടെ പഠിക്കാം. എങ്ങനെയാണ്? അഡിറ്റീവ് ഐഡന്റിറ്റി. ഒരു നമ്പറിന്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് അതിന്റെ എന്താണ്? അഡിറ്റീവ് ഐഡന്റിറ്റി നമ്പറിന്റെ കേസ്. ഓക്കെ ആണല്ലോ? മൾട്ടിപ്ലിക്കേഷനകത്താണെങ്കിലോ എ ഇൻറ്റു ഒരു നമ്പർ ഈക്വൽ ടു അതേ നമ്പർ ഇൻറ്റു എ ഈക്വൽ ടു അവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് ഏതായിരുന്നു? 1 കിട്ടണം. എ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 1 കിട്ടുന്നത്? നമുക്കൊരു നമ്പർ എടുത്ത് നോക്കാം. 5 ഇൻറ്റു ഒരു നമ്പർ ചെയ്യണം, അതേ നമ്പർ ഇൻറ്റു 5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 കിട്ടണം. 5നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 1 കിട്ടുന്നത്?
1/5 ആണ്. 5 into 1/5 1/5 into 5 എന്ത് തന്നെയാണ് 1 ആണ്. അപ്പൊ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ a into 1/a equal to 1/a into a equal to 1 കിട്ടും. ഇവിടെ ഒരു കേസ്, ഇവിടെ a നോട്ട് ഈക്വൽ ടു 0 ആണ് കേട്ടോ. a 0 ആകുമ്പോൾ കാര്യം 1/a ഡിഫൈൻഡ് അല്ല, അന്ന് ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ a സംബന്ധിച്ച് 1/a എന്ത് വരുന്നതിന്റെ നമ്മൾ പഠിച്ച പേര് റെസിപ്രോക്കൽ എന്നാണ്. അതിനെ വിളിച്ച മറ്റൊരു പേരാണ് ഇൻവേഴ്സിന്റെ ടേബിൾ എങ്ങനെ പറയാം, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. നമ്മൾ പഠിച്ച നെഗറ്റീവ് ഓഫ് എ നമ്പർ എന്ന് പറയുന്നത് അഡിറ്റീവ് ഇൻവേഴ്സും റെസിപ്രോക്കൽ എന്ന് പറയുന്നത് എന്താണ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും ആണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് ഈ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് ശരിക്കും മൾട്ടിപ്ലിക്കേറ്റീവ് എന്താ ഇൻവേഴ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഇൻവേഴ്സ് എന്നുള്ള പിടി കിട്ടിയോ, ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം ഇൻവേഴ്സിലേക്ക് വന്നാൽ ഓരോ എലമെന്റിനും ഓരോ ഇൻവേഴ്സ് ആയിരിക്കും. ഒരു എലമെന്റിന് അതിന്റെ ഇൻവേഴ്സ് ആണ്. 5ന്റെ ഇൻവേഴ്സ് 1/5 ആണ്. 3 ആണെങ്കിൽ 1/3 ആണ്. 1/3 ആണെങ്കിൽ 3 ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഒരു എലമെന്റിന് ഒരു ഇൻവേഴ്സ്. എന്നാൽ ഐഡന്റിറ്റി എലമെന്റ് ആണെങ്കിലോ ഫിക്സഡ് ആണ്. അതിന് മാറ്റം സിസ്റ്റത്തിലെ ഒരു ഓപ്പറേഷനിൽ അത് ഫിക്സഡ് ആണ്. എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫിക്സഡ് ആണ്, അത് മാറത്തില്ല. ഓക്കെ, ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ആലോചിച്ചത്. ക്ലോഷർ പ്രോപ്പർട്ടി. അത് 6th വണ്ണായിട്ട് ഞാൻ പറയാം. ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ നമ്മളൊരു സിസ്റ്റം എടുക്കുമ്പോൾ ഒരു ഓപ്പറേഷൻ നടത്തിയാൽ അതിനകത്ത് തന്നെ ആയിരിക്കും. അതായത് ഇപ്പോ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ നാച്ചുറൽ നമ്പേഴ്സ് കൺസിഡർ ചെയ്യുന്നു. എന്ത് കൺസിഡർ ചെയ്യുന്നു, നാച്ചുറൽ നമ്പേഴ്സ്. രണ്ട് നാച്ചുറൽ നമ്പർ ആഡ് ചെയ്തേ, 2 + 3 = 5, 7 + 10 = 70. ഇതെല്ലാം നാച്ചുറൽ നമ്പേഴ്സ് തന്നെയാണ് കിട്ടുന്നത് അല്ലെ. അപ്പൊ ഏത് രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് എടുത്ത് ആഡ് ചെയ്താൽ നമുക്കൊരു നാച്ചുറൽ നമ്പർ കിട്ടുന്നതുകൊണ്ട് നമുക്ക് പറയാം നാച്ചുറൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡിഷൻ. അഡിഷനകത്ത് ഇതെന്താണ്, ക്ലോസ്ഡ് ആണ്. ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിന് പുറത്തേക്ക് പോകുന്നത്. ഇപ്പൊ നാച്ചുറൽ നമ്പേഴ്സിനകത്ത് അഡിഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ എടുക്കുമ്പോൾ നാച്ചുറൽ നമ്പറിന് പുറത്തേക്ക് പോകുന്നില്ല. നേരെ മറിച്ച് നമ്മൾ സബ്ട്രാക്ഷൻ എടുക്കുകയാണെന്ന് ഇരിക്കട്ടെ. ഇപ്പോ 10 - 3 = 7 ആണ്. തിരിച്ച് ഒരു 5 - 7 ആണെങ്കിലോ -2 ആണ്. ഇത് നാച്ചുറൽ നമ്പർ ആണ്, നമുക്ക് നാച്ചുറൽ നമ്പർ കിട്ടി, കുഴപ്പമില്ല. പക്ഷെ ഇവിടെ 5, 7 രണ്ടും നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഡിഫറൻസ് എടുത്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, നാച്ചുറൽ നമ്പർ ആണോ കിട്ടിയത്, അല്ല. അപ്പം ഇവിടെ നമുക്ക് എന്ത് കിട്ടി, ഈ -2 എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ അല്ല. അപ്പം നാച്ചുറൽ നമ്പേഴ്സ് ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ സെപ്പറേഷൻ. അപ്പൊ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തില് ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ നമ്മൾ ഓപ്പറേഷൻ നടത്തി കഴിയുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ആ സിസ്റ്റത്തിനകത്ത് തന്നെ നിൽക്കുകയാണെങ്കിൽ അതെന്താണ്, ക്ലോസ്ഡ് ആണെന്നും സിസ്റ്റത്തിന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ നോട്ട് ക്ലോസ്ഡ് ആണ്, അല്ലെങ്കിൽ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുമില്ലെന്ന് പറയാം. ഒരു ഓപ്പറേഷനിൽ നമ്മൾ നടത്തി കഴിയുമ്പോൾ കിട്ടുന്ന റിസൾട്ട് നമ്മൾ ഏത് സിസ്റ്റം ആണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ നാച്ചുറൽ നമ്പർ സിസ്റ്റത്തിലാണ് ഇത് പറയുന്നത്. എന്നാൽ ഇന്റിജർ സിസ്റ്റത്തിലാണെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ നാച്ചുറൽ നമ്പറിന് പകരം ഇന്റിജർ ആണ് എടുക്കുന്നതെങ്കിൽ സെപ്പറേഷൻ അവിടെ എന്താണ്, ക്ലോസ്ഡ് ആണ്. ഏത് രണ്ട് ഇന്റിജർ സെപ്പറേറ്റ് ചെയ്താലും ആഡ് ചെയ്താലും നമുക്ക് ഇന്റിജർ തന്നെ കിട്ടത്തുള്ളൂ. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സിൽ ഈ അല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സിൽ ഈ പറഞ്ഞ സബ്ട്രാക്ഷൻ ക്ലോസ്ഡ് ആയിരിക്കില്ല. പക്ഷെ ഇന്റിജേഴ്സിന്റെ കേസിൽ വരുമ്പോൾ എന്താണ്, ക്ലോസ്ഡ് ആണ്. പിന്നെ റാഷണൽ നമ്പേഴ്സിന്റെ കേസിൽ വരുമ്പോഴും അത് ഓക്കെ തന്നെയാണ്. അതൊന്നും പ്രശ്നമൊന്നും വരത്തില്ല. ഏത് രണ്ട് റാഷണൽ നമ്പർ എടുത്താലും നമുക്ക് സബ്ട്രാക്ട് ചെയ്താൽ റാഷണൽ നമ്പർ കിട്ടും, പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പം ഇതാണ് നമ്മളെ ജനറൽ ആയിട്ട് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഇത്രയും പ്രോപ്പർട്ടീസ്, ഇതാണ് മാത്തമാറ്റിക്സോട് ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ്. അപ്പൊ ഇന്ന് പറഞ്ഞ ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.